ഹായ്, വെൽക്കം ബാക്ക് ടു ഈസി ട്രേഡ്സ്. ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ 2 എൻട്രിയാണ് കൊടുത്തിരുന്നത്. 2 എൻട്രിയും PL സൈഡിലേക്കാണ് കൊടുത്തത്. രാവിലെ തന്നെ കൊടുത്തിരുന്നത് ഏകദേശം 150 പോയിൻറ്റ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ എടുത്തൊരു എൻട്രി പിന്നെ 72,800 PE ആണ് എടുത്തത്. അത് ഓൾ റണ്ണിങ്ങിലാണ്, പൊയ്ക്കൊണ്ടിരിക്കുവാണ്, അത് ലൈവാണ്, ഓൾറെഡി പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് കേട്ടോ. ലൈവ് എന്ന് വെച്ചാൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ ഓൾറെഡി ഞാൻ 787 എൻട്രി എടുക്കുന്നത്. എൻ്റെ അത് ഞാൻ എടുക്കാനുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ വന്നു, ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്തു, അപ്പ് ട്രെൻഡ് മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഒരു MS കിട്ടിയപ്പോൾ റീട്രേസ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ആ റീട്രേസ്മെൻറ്റ് ആ പിവറ്റ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്നൊരു ഞാനൊരു റിവേഴ്സ് പാറ്റേൺസിൽ വെച്ച് ടെമ്പററി സ്കാൽപ്പിംഗ് ആണ്. ആക്ച്വലി ഇത് ലോങ് മൂവ്മെൻറ്റും അല്ല, സ്കാൽപ്പിംഗ് ആണ്. സ്കാൽപ്പിങ്ങിന് വേണ്ടി ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്ത എൻട്രിയാണിത്. പക്ഷേ ട്രെൻഡ് C ആണ് ഇപ്പോൾ നിലവിൽ. രാവിലെ PE ആയിരുന്നു, ഇപ്പോൾ C ആണ് ട്രെൻഡ്. പക്ഷേ ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തൊരു ട്രേഡാണ് ഇത്. സ്കാൽപ്പിംഗ് ഒരു 30 പോയിൻറ്റിനകത്ത്, 20-30 പോയിൻറ്റിനകത്ത് എൻട്രി ഗ്രാബ് ചെയ്യാനാണ് ഉദ്ദേശം. അതിന് മുകളിലൊന്നും ഉദ്ദേശമില്ല. ഒരു 5% റിട്ടേൺസ്. 5% ആകുമ്പോൾ ഓൾമോസ്റ്റ് 305 റേഞ്ചിലെത്തുമായിരിക്കാം. നോക്കാം, ആ റേഞ്ചിലെത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 287 എൻട്രി എടുക്കുന്നത്. അതിലിപ്പോൾ 290 ആയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലാണ്. സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 200 ലോട്ടാണ്. 200 ലോട്ടാകുമ്പോൾ അറിയില്ല എത്ര വരും. അപ്പം 4000 ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ 294 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രോഫിറ്റ് അത്യാവശ്യം 20+ ആണ്. നമുക്ക് നോക്കാം. എന്തായാലും ഞാനിത് അധികം വെയിറ്റ് ചെയ്യില്ല. കാര്യം ഓൾറെഡി അവിടെ നിന്ന് റിപ്പോർട്ടിൽ വീണ്ടും ഒരു സിയിലേക്കൊരു മൂവ്മെൻറ്റം പോവും എന്തായാലും മാർക്കറ്റ്. ആ മൂവ്മെൻറ്റം ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ എൻട്രി എടുക്കും എന്നാണ് എൻ്റെ പ്ലാൻ. ഇൻ കേസ് എൻട്രി കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സമയം. കാരണം ഞാൻ 1 മണി 1:30 മണിക്ക് ശേഷം പിന്നെ ഞാൻ ഓൾറെഡി മാക്സിമം 1 മണിയിലേക്ക് 1:30 മണി വരെയൊക്കെ ഞാൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഇരിക്കാറുള്ളൂ. എന്നാൽ തന്നെ ടൈമെന്ന് കുറച്ച് അതാണ് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഇരിക്കാറില്ല. സോ അതിന് മുമ്പായിട്ട് എൻട്രി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട്, ഇല്ലെങ്കിൽ എൻട്രി ഒരു പോസിബിലിറ്റീസ് വന്നപ്പോഴത്തെ കൺഫർമേഷൻ വന്നപ്പോൾ എടുത്തേ ഉള്ളൂ. ഇത് സ്കാൽപ്പിംഗ് എൻട്രിയാണ്. ഞാൻ സ്കാൽപ്പിങ്ങിന് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ആണ്. അത്യാവശ്യം ഭയങ്കര ക്വാണ്ടിറ്റി കിട്ടി എടുക്കാറുണ്ട്. ഏകദേശം 1 lakh ക്വാണ്ടിറ്റി ഒക്കെ എടുത്ത് ട്രേഡ് എടുക്കുന്ന ആളാണ്. സ്കാൽപ്പിംഗ് മാത്രം, മറ്റൊന്നിനും അങ്ങനെ എടുക്കാറില്ല. മറ്റൊന്നും ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യാറുള്ളൂ. ഇതിപ്പം 300 കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് 4.82 ഉണ്ട്. ഒരു 5% വരെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. 5 to 6% അങ്ങനെ പോയിട്ട് സെറ്റ് ചെയ്ത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 11,50,000 രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ. റിവേഴ്സ് വരുന്നുണ്ട് മാർക്കറ്റ് വീണ്ടും. അവിടെ നിന്ന് റീട്രേസ്മെൻറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യും. പക്ഷേ അത് ബാക്കി കൺഫർമേഷൻ വെച്ചിട്ട് അത് റീട്രേസ്മെൻ്റ് അല്ല, അവിടെ നിന്നല്ല, ഓൾറെഡി പിവട്ട് ഏരിയയിലൂടെ വരണം. വന്നിട്ട് മൂവ്മെൻറ്റ് പോകും മാർക്കറ്റ്. ഒരു കൺഫ്യൂഷനുണ്ട്. എക്സിറ്റ് ചെയ്യണോ വേണ്ട. ഓൾറെഡി സ്ട്രോങ് ആണ്, സെല്ലേഴ്സ് സ്ട്രോങ് തന്നെ, കുഴപ്പമില്ല. ഓക്കെ, ലോസസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാനിക്കാവൊന്നുമില്ല. ഓൾ അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് വരും. നോക്കാം നമുക്ക്. ടെൻഷനും ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ ഇരിക്കരുത്. സക്സസ് ആവില്ല, ഫെയിലിയർ ആയിപ്പോകും കേട്ടോ. സോ നമുക്കൊരു പ്ലാൻ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. ആ പ്ലാൻ വെച്ച് മാത്രമേ എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാവൂ. ആ പ്ലാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആവില്ല. അതിൽ വേണമെങ്കിൽ 50,000 വരെ പ്രോഫിറ്റ് വന്നാലും വേണമെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യായിരുന്നു. തിരിച്ച് ഏകദേശം 10,000 ലോസിൽ വന്നു. എന്നിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഓൾമോസ്റ്റ് 5 to 6% വെയിറ്റ് ചെയ്തത്. 4.8 വരെ എനിക്ക് വന്നായിരുന്നു. ഞാനത് ബുക്ക് ചെയ്തിട്ടില്ല. എന്തായാലും 5% എന്തായാലും വരും. അതായത് നല്ല ഔട്ട് ഓഫ് ദ മണിയിലാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല DK പ്രീമിയം DK നല്ല രീതിയിലുണ്ട്. കാരണം വെച്ചാൽ നല്ല ഔട്ട് ഓഫ് ദ മണിയിലാണ്. ഏകദേശം 72,800 PE എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 73,600, 500 റേഞ്ചിലാണ്. 78,500 റേഞ്ചിൽ നിന്ന് 72,800 എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ഔട്ട് ഓഫ് ദ മണിയാണ്. ഔട്ട് ഓഫ് ദ മണി 1,000 രൂപ എടുക്കരുത് കേട്ടോ. ഞാൻ സ്കാൽപ്പിംഗ് ആയിട്ട് മാത്രമേ എടുത്തതേ ഉള്ളൂ.
തിരിച്ച് 300 എത്തിയിട്ടുണ്ട് കിട്ടും, പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിൽ തീർന്നതിന് മുമ്പ് എൻട്രി, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിനകത്ത് എൻ്റെ എൻട്രിയും ക്ലോസ് ചെയ്യണം, സ്കോർ ഓഫ് ചെയ്യണം. എൻ്റെ പ്ലാൻ ഒരു റിട്ടേഴ്സ്മെൻറ്റ്, എൻ്റെ ഒരു കൺസെപ്റ്റ് പോയ ഒരു 3 ക്യാൻഡിൽസൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തപ്പോഴും വയ്ക്കുന്നത്. 3 ക്യാൻഡിൽസിൽ അവിടെ എത്തിയിട്ട് റിട്ടേൺസ് പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം. ഒരു അലർട്ട് വന്നു, ഞാൻ എക്സിറ്റ് ചെയ്യുവാണത്. അങ്ങനെ അലർട്ട് വന്നിട്ടുണ്ട്, ഞാനത് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ എടുക്കുവാണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് 6 ഞാൻ ഓൾറെഡി എക്സിറ്റ് ചെയ്യുവാണ്. എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഒരു സ്ട്രോങ് ബയേഴ്സിൻ്റെ മൊമെൻറ്റ്. ഓക്കെ, ആ പൊസിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഒരു അലർട്ട് വന്നിട്ടുണ്ടായിരുന്നു, സ്ട്രോങ് ഒരു ബൈ മൂവ്മെൻറ്റ് അലർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ബയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച്. അപ്പോൾ ഇന്നത്തെ എൻട്രീസ് കണ്ടായിരുന്നല്ലോ, ഞാൻ അതിന് ബിയിലേക്കാണ് എൻട്രി എടുത്തത്. ഞാൻ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ട്രെൻഡിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ട്രേഡാണ്, സ്കാൽപ്പിംഗ് ആണ് പ്ലാൻ ചെയ്തെങ്ങനെയെന്ന്. പക്ഷേ അത് കറക്റ്റ് സമയത്ത് ഞാൻ എക്സിറ്റ് ചെയ്തു. 70,000 റുപ്പീസായി. അപ്പോൾ ഞാൻ അത് എക്സിറ്റ് ചെയ്തായിരുന്നു. എനിക്ക് വളരെ സോഫ്റ്റ് അലർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു നിലവിൽ. അപ്പോൾ എനിക്ക് അപ്പോഴത്തേക്ക് ബൈ മൂവ്മെൻറ്റും അലർട്ട് വന്നു. പക്ഷേ സ്ട്രോങ് ബൈ മൂവ്മെൻറ്റും ആയിരുന്നു. സ്ട്രോങ് ബയേഴ്സാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്റ്റീവ് ആയതാണ്. സോ എനിക്കത് അലർട്ട് വന്നു. സ്പോട്ടിൽ ഞാൻ സ്കോർ ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ കൂടെ എൻട്രി എടുത്തായിരുന്നു. എൻട്രി എടുത്തു. ഓൾറെഡി 2,44,000 രൂപ അതിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് കണ്ട കണക്കാണ്. അപ്പോൾ ഫുള്ള് സ്ക്രീൻഷോട്ട് റെക്കോർഡ് ഇട്ടിട്ടില്ല. കാര്യം വെച്ചാൽ ഓൾറെഡി വീഡിയോ ഡ്യൂറേഷൻ കൂട്ടാണെന്ന് വെച്ചിട്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇട്ടങ്ങനെ ഞാൻ. അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുമില്ല നിലവിൽ. രണ്ടാമത്തെ കേസ് മൊത്തം 3,10,000 മൊത്തം ഞാൻ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം. ഇതുപോലുള്ള ടെക്നിക്സുകൾ എന്തൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻബോക്സിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ്. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, ഒരു തരത്തിലുള്ള ചാർജസ് ഞങ്ങൾ ഈടാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.